മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്ക് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചു വരികയായിരുന്നല്ലോ. അതിലെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ പോയി അവിടെ നിൽക്കുകയായിരുന്നു. അത് 5ഉം 6ഉം ഇന്ന് ചിന്തിക്കാം എന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഇൻട്രൊഡക്ഷനിലുള്ള ഭാഗമാണ്. ആദ്യം പൗലോസിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തലായിരുന്നു നടന്നത്. എന്തിനാണ് പൗലോസ് വിളിക്കപ്പെട്ടത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് എന്ന് പറഞ്ഞ് പൗലോസ് സുവിശേഷം അറിയിക്കുന്നു. സുവിശേഷം എന്നാൽ ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിന് ആയി ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിക്കും. ഇവിടെ ദൈവപുത്രൻ എന്നുള്ളൊരു വാക്കിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ദൈവപുത്രൻ്റെ മീനിങ്ങിൽ ഫൈനലി നമ്മൾ വരുമ്പോഴേ ദൈവപുത്രൻ എന്ന് സാധാരണ അർത്ഥം ദൈവം തന്നെ എന്നുള്ള ചിന്ത ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം 5:18-19 ഒരുപാട് റെഫറൻസ് ഉണ്ട്. 10:29, 30, 14:9 ഇവിടെ എല്ലാം തന്നെ ദൈവപുത്രൻ ഞാനും ദൈവവും ഒന്ന് തന്നെ എന്ന് യേശു പറയുമ്പോഴാണ് പരീശന്മാരെല്ലാം കൂടെ യേശുവിനെ കല്ലെടുത്ത് എറിയാനായിട്ടും ഒക്കെ പോകുന്ന ഭാഗം നമുക്കറിയാം. അതുകൊണ്ട് യേശു ദൈവപുത്രനാണ്, യേശു ദൈവമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. ട്രയൂൺ ഗോഡ്, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കാം. അതിനുവേണ്ടി ഒരു ക്ലാസ് പിന്നീട് ദിവസങ്ങളിൽ എടുക്കാം. അതുമായിട്ട് ചിന്തിക്കുമ്പോഴേ ശരിക്കും യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനായിട്ട് നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വന്നു എന്നുള്ള ചിന്ത നമുക്ക് കൂടുതലായിട്ട് വരും. ഇവിടെ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ജീവിതത്തോടും മരണത്തോടും മൗത്വീകരണത്തോടും ദൈവാത്മാവിൻ്റെ ഉള്ള പ്രത്യേക ബന്ധം ആണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ യേശുവിനോടൊപ്പം എപ്പോഴും ആ വിശുദ്ധിയുടെ ആത്മാവ് ഉണ്ടായിരുന്നു. അതിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന കാര്യം ആ സമയത്ത് ആളുകളിടയിൽ വലിയൊരു ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു വിശ്വസിക്കാനായിട്ട് പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു. യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശു പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ആരും ഈവൻ ശിഷ്യന്മാർ പോലും, യേശുവിനോട് കൂടെയുള്ള ശിഷ്യന്മാർ പോലും യേശു ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആ സമയത്ത് വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടല്ലേ അവർ അന്ന് ഓടി കല്ലറയ്ക്കൊക്കെ വരികയും നോക്കുകയൊക്കെ ചെയ്ത് മറിയ പറഞ്ഞൊന്നും അവരെ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കണം. യേശു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് അതുമായിട്ട് ചേർന്ന് ദൈവപുത്രൻ എന്ന് ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അവൻ്റെ സ്വർഗാരോഹണത്തോടും അതുപോലെ തന്നെ അവൻ്റെ മഹത്വത്തോടും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് സ്വർഗാരോഹണം ചെയ്തത്, അല്ലെങ്കിൽ മഹത്വത്തിലേക്ക് അവന് ഉയർത്തപ്പെട്ട് പോയതെന്ന് നമുക്കറിയാം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ഇന്ന് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം അവിടെ പാലസ്തീനിലെ പോയിരിക്കുന്നവർക്ക് അറിയാം ഒഴിഞ്ഞ കല്ലറ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. അതുപോലെ അന്ന് ഉള്ള ഇത്തിരി പേര് ദൃക്സാക്ഷികളുണ്ടായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 500-ൽ പരം ആളുകൾക്ക് യേശു പ്രത്യക്ഷനായി എന്ന് നമുക്ക് അറിയാം. ആ സമയത്ത് ജീവിച്ചിരുന്നവർ അവരെല്ലാം സാക്ഷികളാണ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ഇവിടെ എന്നാൽ യേശു ക്രിസ്തു എല്ലാവർക്കും പ്രത്യക്ഷനായില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്തവരും അല്ലെങ്കിൽ കാത്തിരുന്നവർക്കും വേണ്ടി മാത്രമേ പ്രത്യക്ഷനായുള്ളൂ. ദൈവപുത്രൻ എന്ന് നിർണ്ണയിക്കപ്പെട്ടു എന്ന് ഈ റോമർ 1:5 പറയുന്നു. മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോട് പ്രഖ്യാപിക്കപ്പെട്ടതായിട്ട് കാണുന്നു. അതുപോലെ 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിലെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണാം. നീതീകരണത്തിനായി നമുക്ക് നീതീകരണം നൽകപ്പെടാനായിട്ട് ഉയർത്തുന്നേറ്റ യേശുവിനെ കുറിച്ച് കാണാം. അതുപോലെ തന്നെ ക്രിസ്തു പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് 6:4 അവൻ്റെ പങ്കാളിത്തം തെളിയിക്കപ്പെട്ടതായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട്. അതുപോലെ ന്യായപ്രമാണത്തിൻ്റെ അവകാശവാദം റദ്ദാക്കപ്പെട്ടതായിട്ട് കാണുന്നു. മരിച്ചിട്ട് ഉയർത്തുന്നേറ്റ്
വേറൊരുവനാകേണ്ടതിന് ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുന്നു. 7:4. ഇത് നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ 7-ാം അധ്യായം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയും. അതുപോലെ മരണത്തെ തോൽപ്പിക്കപ്പെട്ടു എന്ന് 8:11 പറയുന്നു. ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇതെല്ലാം ഉയർപ്പിനെക്കുറിച്ച് പറയുന്ന റെഫറൻസസ് ആണ് ഈ പറയുന്നത്. അതുപോലെ 8:34 ശിക്ഷ വിധിക്കുന്നവനാര്? ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തുന്നേറ്റവൻ തന്നെ. അവിടെയും പറയുന്നുണ്ട്. ഇത് പൗലോസ് പറയുന്ന 8:34. അതുപോലെ 10:9 പറയുന്നു, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ രക്ഷ പ്രാപിക്കുന്ന ഏറ്റുപറച്ചിലിൻ്റെ കാര്യം പറയുന്നതാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്നിൽ നീ രക്ഷ പ്രാപിക്കും. 10:9. അവസാനം 14:9 കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തത്. എന്ന് വെച്ചാൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാനായിട്ട്, സ്വന്തമാക്കാനായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് കാണുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ദൈവപുത്രനാണ്, യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കൺഫേമായിട്ടുള്ള വീണ്ടും വീണ്ടും പ്രസ്താവനകൾ പൗലോസ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. വീണ്ടും 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്നത്, അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വം പ്രാപിച്ച്. വി ഹാവ് റിസീവ്ഡ് ഗ്രേസ് ആൻഡ് അപ്പോസ്റ്റൽഷിപ്പ് ഫോർ ഒബീഡിയൻസ് ടു ഫെയ്ത്ത് എമംഗ് ഓൾ നേഷൻ. ഈ വിശ്വാസം എന്ന് പറയുന്നത് അനുസരണമാണ് എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ വിശ്വാസത്തിന് അനുസരണം എന്ന് പറയുന്നുണ്ട്, ഒബീഡിയൻസ് ടു ദ ഫെയ്ത്ത്. ഈ വിശ്വാസം പ്രദർശിപ്പിക്കുന്നത് അനുസരണത്തിൽ കൂടിയാണ് പ്രദർശിപ്പിക്കുന്നത്. ഞാൻ റോമർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും ഉള്ളൊരു ട്രൂ ജെനുവിൻ ഡീപ്പ് ഫെയ്ത്തിലേക്ക് എനിക്ക് വരാനായിട്ട് സാധ്യമായത്. അത് ഈ ഒരു വാക്യമാണ്, വിശ്വാസത്തിനുള്ള അനുസരണം. നീ വിശ്വസിക്കുന്നെങ്കിൽ നീ അനുസരിക്കണം. ഒരു ഹൃദയത്തിലെ തലയിലുള്ള ഒരു അറിവ് മാത്രമല്ല, അത് ഹൃദയത്തിൽ വന്നിട്ട് നിന്നെ രൂപാന്തരപ്പെടുത്തി നിൻ്റെ ജീവിത ശൈലി ആ രീതിയിലായി മാറണം. ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം അനുസരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് ദൈവം സകല വലിയ ജാതികളുടെ പിതാവായിട്ട് ആക്കും എന്ന് പറഞ്ഞിട്ട് അവന് കൊടുത്ത വാഗ്ദത്ത സന്തതിയെ കൊണ്ടുപോയി യാഗം കഴിക്കാനായിട്ട് പറയുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. എന്നാൽ അവൻ അനുസരിച്ചു. അവൻ്റെ വിശ്വാസത്തിൻ്റെ ശോധനയായിരുന്നു, അതനുസരിച്ചു. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിശ്വാസത്തിന് വേണ്ടിയുള്ള ശോധനകൾ പലപ്പോഴും ഉണ്ടാവും. ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത് പല രീതിയിൽ, പല സാഹചര്യങ്ങൾ കൂടിയായിരിക്കാം ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നു. അപ്പോഴും നമ്മൾ അനുസരിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുമോ അതോ കോംപ്രമൈസിന് പോകുമോ എന്നുള്ള ചോദ്യം നിങ്ങളോട് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അബ്രഹാമിൻ്റെ സഹോദരനായ ലോത്ത് തിരഞ്ഞെടുത്തു. ഫലപുഷ്ടമായിട്ടുള്ളത്, കണ്ണിന് ഇമ്പകരമായിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന സ്ഥലം. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ ലോസ് ഓഫ് ദ ഫാമിലി. കുടുംബം തന്നെ തകരുന്ന രീതിയിൽ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് എതിരായിട്ടുള്ള ചിന്തയിലായിപ്പോയതായിട്ട് നമുക്ക് കാണും. അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പ് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം. നമ്മൾ തൂക്കി നോക്കുന്നത് ഈ ലോകത്തിലെ ബെനിഫിറ്റുകളാണ് പലപ്പോഴും തൂക്കി നോക്കുന്നത്. ഒരു രീതിയിൽ നല്ലതായിരിക്കാം ടെമ്പററി ആയിട്ട്, എന്നാൽ അൾട്ടിമേറ്റ്ലി ചില സമയങ്ങളിൽ ഒരു മനുഷ്യൻ്റെ വഴി ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനം മരണ വഴികളത്രേ എന്ന് സദൃശവാക്യത്തിൽ പറയുന്ന വാക്കുകൾ ഈ തരണത്തിൽ ഓർക്കുകയാണ്. മോനെ, നീ പോകുന്ന വഴി അങ്ങ് പോയാൽ മതി, അവസാനം എത്തിച്ചേരുന്നത് ഒരു പിറ്റിലായിരിക്കും, നരകത്തിലേക്കായിരിക്കും. തിരഞ്ഞെടുപ്പ് ഏത് രീതിയിലാണെന്ന് നമ്മൾ ശോധന ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിലെ പ്രയോറിറ്റി
നമ്മൾ കൊടുക്കുന്നത് ദൈവത്തിനും ദൈവിക പ്രമാണത്തിനുമാണോ എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്ന ഏറ്റവും ആവശ്യമാണ്. വിശ്വാസത്തിൻ്റെ അനുസരണത്തിന് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തിയപ്പോഴേ ദൈവം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറഞ്ഞു തന്നു. അതനുസരിച്ച് ഓരോ പടി ദൈവിക പ്രമാണം അനുസരിച്ച് മുമ്പോട്ട് പോകാനും ദൈവം സഹായിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതാണ് എൻ്റെ ഒരു ടെസ്റ്റിമണി എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി അനുസരണം കാണിക്കാൻ ഈവൻ അൺ ടു ഡെത്ത്, മരണം വരെ. ഇന്ന് അനേകം ആളുകൾ കർത്താവിന് വേണ്ടി മരിക്കാനും തയ്യാറായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനേകം ആളുടെ ഇടയിലേക്ക് ചെല്ലുവാനായിട്ടിടയായി നമുക്കറിയാം. ഒരുപാട് പേര് തങ്ങളുടെ ജീവൻ അതിനു വേണ്ടി ഹോമിച്ചു. ആദിമസഭയിലൊക്കെ തന്നെ ക്രിസ്ത്യാനികളെ പന്തങ്ങളാക്കി കത്തിച്ചു, മൃഗങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അതിൽ റോമിലൊക്കെ നേരത്തെ പറഞ്ഞ കൊലോസ്യം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ആളുകൾ കണ്ട് രസിക്കാനായിട്ട് മൃഗങ്ങളുമായിട്ടുള്ള ഗുസ്തി, അല്ലെങ്കിൽ മൃഗങ്ങൾ വന്ന് മനുഷ്യനെ ക്രിസ്ത്യാനികളെ പിടിച്ച് തിന്നുന്നത്. കാരണം അക്കാലത്ത് സീസറായിരുന്നു കർത്താവെന്ന് ഏറ്റുചൊല്ലണം. എന്നാൽ വിശ്വാസികൾ അത് പറയാതിരുന്നപ്പോൾ അവർ രാജ്യദ്രോഹികളെന്ന് കുറ്റം ചുമത്തി. യേശു പാപങ്ങളെ മോചിക്കും, യേശു ക്രിസ്തു അനോയിൻറ്റഡ് ആണ്, അഭിഷക്തനാണ് എന്നൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കിയെങ്കിൽ അവർ പോയിട്ട് സീസറിന് നേരെ വിളക്ക് കത്തിക്കുകയും സീസർ കർത്താവെന്ന് പറയുകയും ചെയ്തില്ലെങ്കിൽ അവരെ കൊന്നുകളയുമായിരുന്നു. അതുപോലെ ഇവിടെയും പൗലോസ് യേശു കർത്താവെന്ന് പ്രൂവ് ചെയ്യാണ്. എന്താണ്? അവൻ ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൽ നിന്ന് ശക്തിയോട് നിർണ്ണയിക്കപ്പെടുകയും ചെയ്തവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവർ വിശ്വാസത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അനുസരിച്ച് എനിക്ക് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. കൃപ എന്ന് പറഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവർ എന്നാണ് നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു വെയിറ്റുള്ള സാധനം എൻ്റെ കൈ കൊണ്ട് പൊക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഞാനതൊന്ന് ഡിഫൈൻ ചെയ്ത് പറയുകയാണ്, വലിയ വെയിറ്റുള്ള 10-50 കിലോ ഉള്ളൊരു സാധനം ഞാൻ കൈയിട്ട് ഇങ്ങനെ പൊക്കാനായിട്ട് ശ്രമിക്കുകയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്നാൽ ആവശ്യമായൊരു കരം വന്ന് അത് പൊക്കുന്നു. ഞാൻ പൊക്കിയതുപോലെ തന്നെയാണ്, എന്നാൽ ആവശ്യമായൊരു കരം, ഒരു അൺമെറിറ്റഡ് ഫേവർ. കൃപ അതിനെ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എന്നെക്കൊണ്ട് ചെയ്യാൻ വയ്യാത്ത ദൈവം ചെയ്തു തരുന്ന ഒരു വലിയ കാര്യം, കൃപയും അപ്പോസ്തലത്വവും. അപ്പോസ്തലത്തെക്കുറിച്ച് പറഞ്ഞു, അപ്പോസ്റ്റൽ, കോൾഡ് ഔട്ട് വൺ, ഗ്രേസ് ആൻഡ് അപ്പോസ്റ്റൽഷിപ്പ്. ഇവിടെ കൃപ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലെ പീസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സമാധാനം തരട്ടെ, ദൈവം നിങ്ങൾക്ക് സമാധാനം തരട്ടെ എന്നാണ്. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോഴത്തേക്ക് ആ പീസിൻ്റെ ഉപരിയായിട്ട് കൃപ എന്നുള്ളൊരു വാക്കാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. യോഹന്നാൻ 1:17 വാക്യമാണ്. യേശുക്രിസ്തു മുഖാന്തരമാണ് കൃപ വന്നത്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. അതുകൊണ്ട് ഈ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്ന പൗലോസ് പിന്നീട് തന്നെ രക്ഷിച്ചതും വിവിധ വരങ്ങൾ നൽകിയതും ജാതികളുടെ അപ്പോസ്തലനാക്കിയതും എല്ലാം കൃപയാലാണ് എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലെ പൗലോസ് പറയുന്നതാണ്, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനുമല്ല, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. എല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോടുള്ള ദൈവകൃപയത്രേ. ദൈവത്തിൻ്റെ കൃപ ആണ് അധ്വാനിച്ചത്, ഞാനല്ല അധ്വാനിച്ചത്. ദൈവത്തിൻ്റെ കൃപയാണ് ഇന്ന് ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് ദൈവകൃപ പ്രാപിച്ചിരിക്കണം. ഈ അനർഹമായ സ്ഥാനത്ത് ദൈവം പകരുന്ന ഒരു ആനുകൂല്യം, അനർഹമായ സ്ഥാനത്ത് ദൈവം പകരുന്ന ആനുകൂല്യമാണ് കൃപ എന്ന് പറയുന്നത്. ഈ കൃപ നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ശുശ്രൂഷ മുമ്പോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഇവിടെ പൗലോസ് പറയുന്നത്, കൃപയാലും അപ്പോസ്തലത്വവും അനുസരണത്താലും ഞങ്ങളെ പ്രാപിച്ചു.
ദൈവത്തെ അനുസരിച്ചപ്പോൾ. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ ആ ടീച്ചിങ്, ദൈവം നമ്മളെ പഠിപ്പിച്ചത്, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അനുസരിക്കുന്നവരാണോ എങ്കിലാണ് നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നത്. അനുസരണമില്ലാതെ മറുതലിച്ച് പോകുന്നിടത്ത് ദൈവകൃപ നഷ്ടപ്പെട്ടു. ദൈവത്തിനൊന്നും പ്രവർത്തിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മൾ പലരും പല കാര്യങ്ങളും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ പലരുമുണ്ട്. എന്നാൽ എന്താണ് സംഭവിക്കാത്തത്? പലപ്പോഴും ദൈവകൃപ വിട്ടുപോകുന്ന രീതിയിൽ അനുസരണമില്ലാതെ ഇരിക്കുന്ന ജീവിതം കൊണ്ടാണ് പലപ്പോഴും നമുക്ക് കൃപ നഷ്ടപ്പെട്ടു പോവുകയും നമ്മൾ കാര്യങ്ങൾ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവവചനം പറയുന്നതനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതിൽ ആ കൃപ നമ്മൾ പെരുകുന്നതായിട്ട് കാണാം. കൃപ വ്യർത്ഥമാവത്തില്ല. ഞാനാകുന്നു, ഞാനല്ല എന്നോടുള്ള ദൈവകൃപ. കൃപ പെരുകും. നമ്മൾ പെരുകുന്നതനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ട മക്കൾ, പ്രിയ മക്കളായി നമ്മൾ തീരും. പ്രിയ മക്കൾ പറയുന്നതൊക്കെ ദൈവം കേൾക്കത്തില്ലേ? കേൾക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, സുവിശേഷത്തിന് വേണ്ടി അനുസരണമുള്ളവരായിരിക്കുക, കൃപയ്ക്ക് കീഴിൽ ജീവിക്കുക. അപ്പോൾ ദൈവം നമുക്ക് ആ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ പേരിൽ വർഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് വിശ്വാസത്തിന് വേണ്ടിയുള്ള അനുസരണത്തെക്കുറിച്ചാണ്. യേശുക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതിനാൽ ആ സുവിശേഷത്തിന് വേണ്ടിയുള്ള അനുസരണം കാണിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അനുസരിക്കുമ്പോൾ കൃപ ഞങ്ങൾ പെരുകും. അങ്ങനെയാവുമ്പോൾ ആ കോൾഡ് ഔട്ട് നേച്ചർ, അപ്പോസ്തലത്വവും കൃപയും ഞങ്ങളിൽ വർദ്ധിക്കണമെങ്കിൽ കർത്താവെ, ഞങ്ങൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തെ അനുസരിച്ച് ജീവിക്കണം എന്നതിൻ്റെ വചനത്തിൽ നിന്ന് കേട്ടല്ലോ. ഞങ്ങളിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്ന വഴികളിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന കർത്താവേ, എൻ്റെ കരങ്ങളിലേക്ക് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ആരെങ്കിലുമൊക്കെ ദൈവവചനത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രികാലം അവർ തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്താലും അതിൽ നിന്നൊക്കെ ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന ദൈവമാണ്. ആ കൃപ പെരുകി വരണം. കൃപ നഷ്ടപ്പെട്ട് കളയരുത്. കൃപ നഷ്ടപ്പെട്ടു പോയാൽ അത് വലിയ പ്രയാസമാണ്. അവിടെയൊക്കെ പിശാച് കയറി പ്രവർത്തിക്കുന്നതായിട്ട് കാണും. അതുകൊണ്ട് ഞാൻ വീണ്ടും ദൈവസന്നിധിയെ നമ്മളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ കൃപ നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ ആ വലിയ കൃപയുടെ മേൽ കൃപ പെരുകുവാനായിട്ട് കർത്താവെ ഇന്ന് ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ചില രോഗികളുണ്ട്. അവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചില മസ്കുലർ ഡിസീസായിട്ട് കർത്താവെ, പെയിനായിട്ട്, വേദനയായിട്ട്, വെയിനകത്തൊക്കെ സ്റ്റിഫ്നെസ്സായിട്ടിരിക്കുന്ന ചില ആളുകൾ കർത്താവെ, ചില ഞരമ്പുകളൊക്കെ സ്റ്റിഫായിട്ട് അനങ്ങാതെ ഇരിക്കുന്ന ചില വ്യക്തികൾ ഇത് കാണുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ അവിടെ എല്ലാം ഫ്ലെക്സിബിലിറ്റി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മസ്കുലർ പെയിൻ എല്ലാം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ എന്തൊക്കെയോ രോഗങ്ങളാൽ ഇരിക്കുകയാണ്, അത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം മാറി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിൽ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരോ ചിലർ സംസാരിക്കാൻ വയ്യാതെ തൊണ്ടയിലെ പ്രയാസമായിട്ടിരിക്കുന്നു, സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് വലിയൊരു റിലീസ് യേശു തരും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വിശ്വസിക്കുമോ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിച്ചൊന്ന് ഏറ്റെടുക്കുമോ? ഇന്ന് വലിയൊരു റിലീസ്, ആ തൊണ്ടയിലെ അസുഖങ്ങളൊക്കെ മാറി ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന വലിയൊരു ഇതിലേക്ക് വരും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ദൈവമേ, നീ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, നീ കൊടുത്ത വിടുതലിനായിട്ട് സ്തോത്രം. കുറേ നാളുകളായിട്ട് ഭവനത്തിനായിട്ട് കാത്തിരിക്കുന്ന ചില വ്യക്തികളെ ഇത് കാണുന്നു. ഭവനത്തിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ ഭവനം വെക്കാനായിട്ടുള്ള റിസോഴ്സ് വരികയോ ചെയ്യാതെ ഇരിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരുടെ പ്രാർത്ഥനകളെ കേൾക്കുകയും എന്തെങ്കിലുമൊക്കെ മുടങ്ങിക്കിടക്കുന്നതൊക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ റിലീസ് ചെയ്യപ്പെടട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. തടഞ്ഞിരിക്കുന്നതൊക്കെ കർത്താവ് പുറത്തേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലെ ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ അനുസരിപ്പാനായിട്ട്, കൃപയിൽ വളരുവാനായിട്ട് കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ, ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് വാച്ച് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.
പ്രെയർ റിക്വസ്റ്റുകൾ ആ പ്രെയർ ലൈനിലേക്ക് ഇട്ട് തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. കമൻ്റ് ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.